കെ മുനീർ ചെയർമാനായ അമാന എംപ്രസ് പദ്ധതിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ കൊടുവള്ളിയെ ഭീകരകേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നും തെറ്റിനെ തെറ്റായി കാണാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നും വസീഫ് പറഞ്ഞു. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എംഎൽഎയുമായ കെ മുനീർ ചെയർമാനായ അമാന എംപ്രസ് പദ്ധതിയിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഗവേണിംഗ് ബോഡിയിലുണ്ടെന്ന വാർത്ത കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. ഈ വാർത്തയെ തുടർന്നാണ് വിമർശനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് രംഗത്ത് വന്നത്. 2021 പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ OK അബ്ദുൽ സലാം എന്ന OK സലാമാണ് അമാന എംപ്രസിന്റെ ഗവേണിംഗ് ബോഡിയിലുള്ളത്. ആക്ഷേപമുണ്ടാകുമെന്ന് ഉറപ്പായിട്ടും എന്തിനാണ് കെ മുനീർ ഇത്തരത്തിലുള്ളവരെ കൂടെ കൂട്ടിയതെന്ന് വ്യക്തമാക്കണമെന്നും അമാന എംപ്രസ് പദ്ധതിയെ സംബന്ധിച്ചും കെ മുനീറിന്റെ വിദേശയാത്രകളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നും വസീഫ് ആവശ്യപ്പെട്ടു. വളരെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ചെറുപ്പക്കാരെ, ഈ യുവജനങ്ങളെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇവരെ കാരിയർമാരായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇതിൽ ബന്ധപ്പെട്ടവർ മറുപടി പറയണം. ഈ കൊടുവള്ളിയും നമ്മുടെ കോഴിക്കോടുമൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന, തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോകുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുള്ള നാടാണ്. ആ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ നിസ്സഹായതയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ഈ MLA നേതൃത്വത്തിലുള്ള സംഘം എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. യുവാക്കൾക്ക് ദുബായിൽ ജോലി നൽകുന്നതിനായി കെ മുനീറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് അമാന എംപ്രൈസ്. ഈ പദ്ധതിയിലാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ പങ്കാളികളായിരിക്കുന്നത്. പദ്ധതിക്കെതിരെ അന്വേഷണത്തിനായി കസ്റ്റംസിനെയും പോലീസിനെയും സമീപിക്കുമെന്ന് വസീഫ് പറഞ്ഞു. ഇപ്പോൾ പ്രാഥമികമായി ഉന്നയിക്കുന്നത് സമഗ്ര അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ കിട്ടണം. കൂടുതൽ വിവരങ്ങൾ കിട്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾ കിട്ടി മുന്നോട്ട് പോകണം. അതിനാവശ്യമായ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകണം. അതുപോലെ ഈ ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമൊക്കെ തയ്യാറാകണമെന്നാണ്. വാർത്തയ്ക്ക് പിന്നാലെ പ്രാദേശിക വികാരം ഇളക്കിവിട്ട് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ MLA ശ്രമിക്കുകയാണെന്ന് CPIM താമരശ്ശേരി ഏരിയ കമ്മിറ്റിയും പ്രസ്താവിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.